Hello guys, welcome back to my YouTube channel. Today we are discussing about the magical of thumbnail. അതെ ഗൈസ്, ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ തമ്പനയിൽ മാജിക്കൽ തമ്പനയിൽ തന്നെയാണ്. നമ്മളിപ്പോൾ ആൽഗോയുടെ യൂട്യൂബ് ചാനൽ നോക്കിയാലും ഇതുപോലത്തെ ഈ തമ്പനയിൽ കാണാൻ പറ്റും. DecodingYTൻ്റെ ചാനൽ എടുത്ത് നോക്കിയാലും ഇങ്ങനത്തെ തമ്പനയിൽ കാണാൻ പറ്റും ഗൈസ്. ഇപ്പോൾ എവിടെ നോക്കിയാലും ഇതുപോലത്തെ തമ്പനയിലാണ്. അപ്പോൾ ഗൈസ്, ഇങ്ങനത്തെ മാജിക്കൽ തമ്പനയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കിയാലോ. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഹലോ ഗൈസ്, അപ്പോൾ ഗൈസ് നമുക്കതിനായിട്ട് നമ്മൾ പിക്സാബേ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആ ഒരു വെബ്സൈറ്റാണ് ഗൈസ്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് സെർച്ചിനവിടെ പോയിട്ട് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യണം ഗൈസ്. ഓക്കെ, സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിത് ഫസ്റ്റ് തന്നെ ഒരു അടിപൊളി ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ഇട്ടിട്ടുണ്ട് ഗൈസ്. ജസ്റ്റ് ഒന്ന് നെക്കി പിടിക്കാൻ തന്നെ ഡൗൺലോഡ് ഇമേജ് നിൽക്കുക ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മുടെ സംഭവം ഡൗൺലോഡ് ആയിട്ടുണ്ട്. പിങ് എന്ന് പറഞ്ഞൊരു PNGൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട് ഗൈസ്. അവിടെ പോയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ബൾബ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ബൾബിൻ്റെ PNG കിട്ടും ഗൈസ്. അവിടെ ഇഷ്ടം പോലെ ബൾബിൻ്റെ PNG ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ എടുത്താൽ മതി. നമ്മളിത് മുകളിലത്തെ തന്നെ നമുക്ക് എടുക്കാം. ഡൗൺലോഡ് ഇമേജൊക്കെ സെറ്റായി. ഗൈസ്, നമുക്കൊരു കത്തി നിൽക്കുന്ന ബൾബും കൂടി ആവശ്യമുണ്ട് ഗൈസ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. നമ്മൾ പിക്സൽ ആപ്പ് എടുക്കുക. ജസ്റ്റ് എന്നിട്ട് നമ്മൾ ഇത്ര നേരം ഡൗൺലോഡ് ചെയ്ത ഫയലൊക്കെ നമ്മളവിടെ കിടക്കുന്നുണ്ട്. ജസ്റ്റ് ഏറ്റവും അടിയിലായിട്ട് നമ്മൾ 2 ഷീറ്റ് കാണുന്നുണ്ടോ, ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് നമ്മൾ ഏറ്റവും നേരെ പോയിട്ട് ഫ്രം ഗാലറി എന്നുള്ളൊരു സാധനം കാണില്ലേ, അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഗൈസ്. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരെ ഗാലറിയിലേക്ക് പോകും. എന്നിട്ട് നമ്മൾ ജസ്റ്റ് നേരത്തെ ഡൗൺലോഡ് ചെയ്ത ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് 16:9 റേഷ്യോയിൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുകയാണ്. നമ്മൾ ടിക്ക് കൊടുക്കുക ഗൈസ്. അപ്പോൾ നമ്മൾ യൂട്യൂബിൻ്റെ തമ്പനയിലിൻ്റെ റേഷ്യോ ആയിട്ടുണ്ട് ഗൈസ്. രണ്ടാമതായിട്ട് നമ്മൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള അടുത്ത ഐക്കണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇമ്പോർട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഡൗൺലോഡ് അയച്ച ഗ്രാഫ് ഉണ്ടല്ലോ, ആ ഗ്രാഫ് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ എടുക്കുക. ഗ്രാഫിൻ്റെ ലിങ്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഗൂഗിൾ ഡ്രൈവ് ഒക്കെ ജസ്റ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ജസ്റ്റ് അതൊന്ന് ജസ്റ്റ് ഇതിലേക്ക് എടുക്കാം. ഓക്കെ, നമ്മളിത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ ഗ്രാഫ് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഗ്രാഫ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കാം ഗീസ്. ഓക്കെ, നല്ലോണം കുറച്ച് ചെയ്യണ്ട, കുറച്ചൊക്കെ. ഓക്കെ ഗീസ്, അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകാം. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഡബിൾ ഷീറ്റ് ആക്കിയിട്ട് നമ്മൾ ഡബിൾ ഷീറ്റ് വെക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ഡബിൾ ഷീറ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലസ് ഐക്കണിൽ വെച്ചിട്ട് ഫ്രം ഗാലറി ഉള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ ഈ 3D ഉള്ള ഏരിയ എഫക്റ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ കൊണ്ടുപോയി വെക്കണമെന്നുണ്ട്. 2 സൈഡ് 2 യൂട്യൂബിൻ്റെ ബട്ടൺ വേണമെന്നുണ്ട്. അപ്പോൾ ഈ യൂട്യൂബിൻ്റെ 3D യൂട്യൂബ് ഡൗൺലോഡ് ചെയ്യാനുള്ള അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇറേസ് കളർ എന്നുള്ള സാധനമുണ്ട്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം ഗൈസ്. അപ്പോൾ ഇതുപോലത്തെ 2 അക്കൗണ്ടിൽ നമ്മൾ മുകളിലുള്ള ഡബിൾ ഷീറ്റ് വെക്കിയിട്ട് നമ്മളെ യൂട്യൂബിൻ്റെ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ പെൻസിൽ ഐക്കൺ ഉണ്ടല്ലോ, അതിൽ ജസ്റ്റ് ചെയ്തിട്ട് കോപ്പിയുള്ള ഐക്കണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് 2 ആയിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. കണ്ടില്ലേ, ഇത് 2 നമുക്ക് ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് വരാം. ഓക്കെ, ഇത് നമ്മൾ 2 ഒരുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഇതിൻ്റെ ഞാൻ ലെഫ്റ്റ് സൈഡുള്ള ഇതിൻ്റെ നമ്മൾ സാച്ചുറേഷൻ നല്ല രീതിയിൽ കുറച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ കാരണം നമുക്ക് ഈ ഭാഗം ലോവും ഈ ഭാഗം ഹൈയിലുള്ള ഒരു രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി അടുത്ത പണി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബൾബും സെറ്റ് ചെയ്യാണ്ട് ഗൈസ്. അതിനായിട്ട് നമ്മൾ ലെഫ്റ്റിലെ ഓപ്ഷനൊക്കെ ഇമ്പോർട്ട് വെക്കുക. നമുക്ക് ഏതെങ്കിലും ഒരു ബൾബ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ഞാനിവിടെ ഒരു ബൾബ് എടുത്തിട്ടുണ്ട്. അതിൽ പോയിട്ട് നമ്മൾ നേരത്തെ പോലെ തന്നെ ഇറേസ് കളർ എന്നുള്ളതുണ്ടാവും, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഇത് നമ്മൾ ബൾബ് ഇതുപോലെ സെറ്റ് ആയിട്ട് നമ്മൾ നേരത്തെ പോലെ തന്നെ ഡബിൾ ഷീറ്റ് വെക്കുക, ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തെടുക്കുക. അതേപോലെ തന്നെ നമുക്ക് 2 ഇവിടെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇനി ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഇവിടെ ഇവിടെ സാച്ചുറേഷൻ കുറയ്ക്കും വേണം, ഇവിടെ ബൾബ് ലൈറ്റ് കത്തും വേണം ഗൈസ്. അപ്പോൾ അത് ചെയ്തിട്ട് വരാം ഗൈസ്. ഇതിനായിട്ട് നമ്മൾ ഇറേസ് ചെയ്യണം ആദ്യം. നമ്മളിവിടെ ഇറേസ് ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ലൈറ്റ് നമുക്കൊന്ന് ഇവിടെ കൊണ്ട് സെറ്റാക്കി കൊടുക്കണം. അതിനുവേണ്ടി നമ്മളൊന്നുകൂടിയും ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇമ്പോർട്ട് വെക്കുക. നമുക്കിവിടെ ലൈറ്റ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇറേസ് വെക്കുക.
ജസ്റ്റ് എന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക ഗൈസ്. ഓക്കെ, സോ ഇത് നമ്മളിവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റ് കൊടുക്കണം ഗൈസ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എഡിറ്റ് ടെക്സ്റ്റ് കൊടുത്തിട്ട് നമുക്ക് അതിലുള്ള പോലെ തമ്മിലുള്ള പോലെ തന്നെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. 27 ഫുൾ ക്യാപിലേക്ക് വ്യൂസ് കൊടുക്കാം. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ നമ്മളിവിടെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. ഇപ്പോൾ ഈ മാജിക് തമ്മിലൂടെ സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഇത് ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്ത എന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ജസ്റ്റ് ഒന്ന് സഹായിക്കുക ഗൈസ്. ഓക്കെ ഗൈസ്, ഞാനിപ്പോൾ ചെയ്തിരിക്കുന്ന എല്ലാ മെറ്റീരിയലിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, എന്നിട്ട് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ആവശ്യമുള്ളൂ ഗൈസ്. അവിടെയുള്ള എല്ലാ മെറ്റീരിയലും സൗണ്ട് എഫക്റ്റും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഇനിയും ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കൊച്ചു കൊച്ചു വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.